കർത്താവിൻ്റെ വലിയ നാമത്തിൻ്റെ മഹത്വം. സെൻറ് തോമസ് ധ്യാന കേന്ദ്രം ഒരുക്കുന്ന ഈ സുവിശേഷ പരമ്പരയുടെ ഈ ദിവസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് അടുപ്പിച്ചിരിക്കുന്ന കർത്താവിന് നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അഭിമന്യ പിതാവിനെയും ബഹുമാനപ്പെട്ട സിസ്റ്ററിനെയും നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നിന്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവിൽ നിന്ന് മാനസാന്തരത്തിനുള്ളതായ വചനങ്ങൾ പുറപ്പെടുവിപ്പാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയപിതാവേ, ഈ നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതെന്ന് അവിടുന്ന് സുവിശേഷം പ്രസംഗിച്ച് ആരംഭിച്ചതുപോലെ കർത്താവെ, ആ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ ജനവും അനുഗ്രഹീതരാകുവാൻ തക്കവണ്ണം കർത്താവെ ഇന്നത്തെ വചന കേൾവി മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം സംസാരിക്കുന്ന ഈ അഭിമന്യ പിതാവിനെയും കർത്താവെ നീ പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്ററിനെയും ഈ സമയത്ത് തൃക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, നിന്റെ ഹിതം പോലെ ദൈവമേ നിന്റെ നാമമഹത്വമെടുപ്പാൻ തക്കവണ്ണം നിന്നെ ഉയർത്തി കാണിപ്പാൻ കർത്താവെ അവരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപയിൽ നിറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചിരുന്നു. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, വിവിധങ്ങളായ കാര്യങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചിരുന്ന കർത്താവെ, വിവിധ രാജ്യങ്ങളിലും കർത്താവെ COVID-19 മൂലം അതിൻ്റെ പകർച്ചവ്യാധി മൂലം ഭാരപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ വ്യാധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുമുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ചിരുന്ന കർത്താവെ, പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം പ്രദാനം ചെയ്യണമേ. രോഗിയുടെ വൈദ്യനും നല്ല ഔഷധവും കർത്താവെ നീ മാത്രമാകുന്നു. നീ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭാരപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും വീണ്ടും സമർപ്പിച്ചിരുന്നു. വിവിധങ്ങളായ ഭാരങ്ങളാൽ, കടബാധ്യതകളാൽ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിനാൽ ദൈവമേ എന്ത് ചെയ്യേണ്ടതെന്ന് ഭാവിയിലേക്ക് നോക്കി നെടുവേർപ്പെടുന്ന ജോലി നഷ്ടപ്പെട്ടതായ അനേകം മക്കൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ളതായി ഭാരപ്പെടുന്ന ഓരോ മനുഷ്യരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചിരുന്നു. കർത്താവെ, നീ കൂടെ ഇരുന്ന് വഴി നടത്തണമേ. സകലത്തിനും മതിയായനാണ്. നീ സർവശക്തനാകിയാൽ നിന്നെ സ്തുതിക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താവാകിയാൽ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, ദൈവമേ, ഈ സമയത്ത് ഞങ്ങളോട് കൂടെ ഇരുന്ന് നിന്റെ ആത്മനിറവിലെ വചനം കേൾക്കുവാനും കർത്താവ് ഫലപ്രദമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 100 മേനി വിളവ് തരുന്ന അനുഭവത്തിലേക്ക് കർത്താവെ കൊയ്തെടുപ്പാൻ നിന്റെ മക്കളെ ശക്തരാക്കണമേ, പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവേ, വിശുദ്ധവേദപ്രമാണം അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ പഠിക്കുകയും ചെയ്യുവാൻ അടിയങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ, ആമേൻ. 121 സങ്കീർത്തനം. ബാർക്കുമോർ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ആമീൻ. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, സഭയുടെ കീഴിലും സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരുക്കുന്ന ദൃശ്യമാധ്യമം ഉപയോഗിച്ചുള്ളതായ ഈ വചനശുശ്രൂഷയിലേക്ക് ഇന്നേ ദിവസം വളരെ വിനയത്തോടെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കൊറോണ മഹാമാരിയുടെ ലോകമൊക്കെയിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ ദേശത്തും അതിൻ്റെ ഭീകരതയോടെ അത് വ്യാപരിക്കുമ്പോൾ ഒരുമിച്ച് കൂടാൻ കഴിയാത്ത, കൂട്ടായ്മയായി കൂടാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ നാം ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ജീവൻ്റെ വചനം ധ്യാനിപ്പാനായി ദൈവം തമ്പുരാൻ ഒരവസരം നമുക്ക് തന്നിരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈ വചന കേൾവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ യോഗം ദൈവവചനം ആമുഖമായി തന്ന് അനുഗ്രഹീതമാക്കി ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് നമുക്ക് എത്രയും സ്നേഹിക്കപ്പെട്ട അഭിമന്യ ഏലിയാസ് മറത്താനാസ്യോസ് തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനിയെ നമുക്കെല്ലാവർക്കും അറിയാം. തിരുമേനിയുടെ ആത്മീയ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ അഖില മലങ്കര മർത്തമറയും വനിതാ സമാജത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ വിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റായിട്ടും അതേ സമയത്ത് തന്നെ മനോഗുണ പ്രവർത്തന രംഗത്ത് സജീവമായി തിരുമേനി സമയവും ആരോഗ്യവും സമ്പത്തും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യനാമത്തിൽ ആ സ്നേഹത്തെ പ്രതി ചെലവിട്ടുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ജീവകാരുണ്യ അല്ലെങ്കിൽ മനോഗുണ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളതായ പുരസ്കാരങ്ങൾ അംഗീകാരങ്ങളെല്ലാം തിരുമേനി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൈതൽ പ്രായം മുതൽ ദൈവം കൊടുത്ത ആ കൃപയുടെ വചനം, ആ പ്രകാശം ചൈതന്യാത്മകമായി പൊതുജനങ്ങൾക്ക്, സഭയ്ക്ക്, വിശ്വാസികൾക്ക് തിരുമേനിയിലൂടെ രുചിച്ചറിയുവാനായിട്ട് കഴിയുന്നു. അഭിമന്യ തിരുമനസ്സുകൊണ്ടാണ് ഇന്ന് അപ്രകാരം ഈ യോഗം ആമുഖ സന്ദർശനം ആരംഭിക്കുന്നത്. തിരുമേനിയെയും അതുപോലെ ഇന്ന് വചനശ്രൂഷ നമുക്ക് നടത്തുന്നത് നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട സ്നേഹിക്കപ്പെട്ട സ്തീന സിസ്റ്ററാണ്. സിസ്റ്റർ ഈ ധ്യാനകത്തിൻ്റെ കോർഡിനേറ്ററായിരിക്കുമ്പോൾ തന്നെ വളരെ സമർപ്പണത്തോടും ഭയഭക്തിയോടും കൂടെ ഈ കാര്യങ്ങളൊക്കെയും സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരുമേനിയെയും സിസ്റ്ററിനെയും ഈ വചനശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ദൈവം അവരിലൂടെ നമുക്ക് ആവശ്യമായ സമൃദ്ധമായ വചനം ഇന്നത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. സുവിശേഷ മഹായോഗത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ വീണ്ടും ഒന്ന് പാടി സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ, ഇത് കാണുന്ന ഓരോ മക്കളെയും നീ ഒന്ന് തൊടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനമാരിയിലൂടെ, ഈ സുവിശേഷാഗ്നി എന്ന ഈ പ്രോഗ്രാമിലൂടെ അനേകം മക്കളെ തൊടുവാൻ യേശുവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് പാടി ആരാധിക്കാം. നമുക്ക് ചേർന്ന് പാടാം. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല എന്ന ഗാനം. ഹല്ലേലൂയ. ഇന്നു കണ്ട് മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന് കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട് മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന് കഷ്ടം ഇനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ഇന്നു കണ്ട് മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന് കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട് മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന് കഷ്ടം ഇനി വരികയില്ല. ഒരു കഷ്ടവും ഒരു നഷ്ടവും വരുത്താതെ എന്റെ കർത്താവേ, നിന്റെ ചിറകിന്റെ നിഴലിൽ ഓരോ മക്കളെയും നിർത്തണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ചെങ്കടൽ പിളർന്നു വഴിതരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴിതരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ. എരിഹോ നിൻ മുന്നിൽ ഇടിഞ്ഞു വീഴും,
യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ ഇന്നു കണ്ട മിഥ്യമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിഥ്യമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ രോഗത്തിൽ നിന്നും ഭാരത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിഥ്യമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിഥ്യമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. പാത നിന്റെ കൂടാരത്തിനടുക്കയില്ല. പാത നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. ഇന്നു കണ്ട മിഥ്യമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിഥ്യമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിഥ്യമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിഥ്യമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. കീഴിലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വർഷവും നടന്നുവരുന്ന സുവിശേഷ യോഗത്തിന് ഈ വർഷം മുൻ വർഷങ്ങളേതുപോലെ നടത്തുവാനായിട്ട് കഴിയാത്തതായ സാമൂഹിക ചുറ്റുപാടുകൾ വന്നു ചേർന്നിരിക്കുകയാണ്. മഹാപകർച്ചവ്യാധി കോവിഡ് ഇന്ന് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയിരിക്കുന്ന ഈ നാളുകളിൽ വളരെ ലളിതമായി ഇന്ന് ഈ യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ സുവിശേഷ യോഗത്തിൻ്റെ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ എല്ലാമായിരിക്കുന്ന സഭയുടെ പ്രാദേശിക തലവൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ തിരുമേനി, ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന വാലിയ മന്ദിയൂരീസ് കോർപ്പിസ്കോപ്പ, സുവിശേഷ യോഗത്തിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട എസ്തീന സിസ്റ്റർ, മറ്റ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിനുള്ള അത്യവാത്സല്യമുള്ളവർ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് ദൈവത്തിൽ ആശ്രയിക്കാതെ ഇതിന് പരിഹാരം ഉണ്ടാകുകയില്ല. കോവിഡ് മാറി പള്ളിയിൽ പോകാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ കോവിഡ് മാറി പള്ളിയിൽ പോകുന്നൊരു കാലവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുമ്പോഴൊക്കെ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, വീടുകൾ ഒരു ദേവാലയ അന്തരീക്ഷമായി ഉയർത്തുക, വീടുകൾ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ പോലെ വീടുകളെ ആക്കി തീർക്കുക. ഇതൊക്കെയും ഈ കാലഘട്ടത്തിൽ കോവിഡിനെ വിശ്വാസത്തിൽ അതിജീവിക്കാനുള്ളതായ മാർഗമാണ്. അപ്രകാരം നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ ചിന്തയാണ് ഇന്നെൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. ഞാൻ ഈ ചിന്തയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ചിന്തയിലേക്ക് വരുന്നത്, അങ്കമാലി ആലുവ റോഡിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു ബൈക്ക് ആക്സിഡൻ്റ്. ഈ ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ, ചെറുപ്പക്കാരെല്ലാം പെട്ടെന്ന് വന്നുകൂടി. പക്ഷേ ആ സംഭവത്തിൽ ഈ
ആക്സിഡൻ്റായ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനല്ല ആദ്യം അവിടെ കൂടിയ ആളുകൾ ശ്രദ്ധിച്ചത്. മറിച്ച് മൊബൈലിൽ കൂടി ആക്സിഡൻ്റായി കിടക്കുന്ന വണ്ടിയും ആക്സിഡൻ്റ് ആക്കപ്പെട്ടതായ ആളെയും മൊബൈലിൽ പകർത്തി ലോകത്തെ മുഴുവൻ അറിയിക്കാൻ വേണ്ടിയാണ് മരണത്തോട് മല്ലിട്ട് ചോരയൊലിച്ച് ഒട്ടിക്കിടക്കുന്ന ആളെക്കുറിച്ചുള്ളതായ ഒരു കരുതലതായിരുന്നു. വാസ്തവത്തിൽ ഇതൊരു കരുണ എന്ന് പറയാൻ സാധിക്കുന്നു. ഇന്നത്തെ അറിവിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു മൂല്യച്യുതി ആയിട്ട് അല്ലേ ഇതിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ആ അപകടം പറ്റിയ ആളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് ഇന്നത്തെ ആളുകൾ എത്തിച്ചേരുമായിരുന്നെങ്കിൽ വേദപുസ്തകത്തിൽ ഈ പറയുന്ന കാര്യം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നുള്ളതായ സുവിശേഷ ഭാഗം എത്രയോ അർത്ഥവത്തായി തീർന്നേനെ. ആകയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് ഇതുപോലെയുള്ള അനേക കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസവും നമ്മളുടെ ജീവിതവും ഒരു ബന്ധമില്ലാതെ പോകുന്നതായി കാലയളവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ചുരുക്കമായി ഒരു ദൃഷ്ടാന്ത കഥ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ചുരുക്കുകയാണ്. ഇറ്റലിയിൽ ടോർസ് എന്ന് പറയുന്നതായ ഒരു സ്ഥലമുണ്ട്. ഈ ടോർസ് എന്ന് പറയുന്നതായ സ്ഥലത്ത് അവിടെ പട്ടാള ക്യാമ്പുണ്ട്, പട്ടാളക്കാരുണ്ട്. അതിലൊരു പട്ടാളക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. ഈ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവൻ വൈകുന്നേരമാകുമ്പോൾ അവന് പട്ടണത്തിലേക്ക് പോകും. അവൻ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ക്യാമ്പിലേക്ക് തിരിച്ചു വരും. ഇങ്ങനെ അവനൊരു സാധാരണ പതിവായിരുന്നു. ഇങ്ങനെ പോകാൻ ഒരുങ്ങി പിന്നെ പട്ടണവാതിക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരനിരുന്നിട്ട് ഭിക്ഷ യാചിക്കുന്നത് മാർട്ടിൻ കാണുകയാണ്. മാർട്ടിനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും തരണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ഒരു വലിയ തണുപ്പിൻ്റെ കാലമാണ്. മാർട്ടിൻ ഒരു പഴയ പുതപ്പ് കമ്പിളി മൂടി പുതച്ചിട്ടാണ് പട്ടണത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് സന്ധ്യയോട് ചേർന്ന് പോകുന്നത്. ഇങ്ങനെ പോകുന്നതായ സമയത്ത് ഈ ഭിക്ഷക്കാരൻ അവനോട് എനിക്ക് എന്തെങ്കിലും തരണം. അവൻ്റെ വിചാരത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും പൈസയായിരിക്കും ചിലപ്പോൾ ഭിക്ഷക്കാരൻ ചോദിക്കുന്നത്. മിക്കവാറും അങ്ങനെ ആയിരിക്കുമല്ലോ, എന്തെങ്കിലും പൈസ, രൂപ ആയിരിക്കും അവൻ ചോദിക്കുന്നത്. മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നടത്താനുള്ളതായ പൈസ കഷ്ടിയായി മാത്രം അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ മാർട്ടിൻ അവനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ അല്പം പൈസയേ ഉള്ളൂ, അത് ഒന്നും തികയില്ല. ഞാനൊരു കാര്യം എന്നോട് ചെയ്യാം. നീ തണുത്ത് വിറച്ച് കിടക്കുകയല്ലേ, ഞാൻ ധരിച്ചിരിക്കുന്ന കമ്പിളി അതിൽ പകുതി നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിൻ താൻ പുതച്ചതായ പുതപ്പ്, കമ്പിളി പുതപ്പ് രണ്ടായി കീറിയിട്ട് ഈ ഭിക്ഷക്കാരന് പറഞ്ഞു, വിലയുള്ളതാണ്, ഞാൻ നിൻ്റെ തണുപ്പ് മാറ്റാൻ, അല്ലെങ്കിൽ നീ മരിച്ചു പോകും, തണുപ്പ് മാറ്റാനായിട്ട് ഞാൻ ഈ പുതപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് ആ പുതപ്പ് രണ്ടായി കീറി അതിൻ്റെ പകുതി ഭാഗം മാർട്ടിൻ പുതച്ചു, പകുതി ഭിക്ഷക്കാരന് കൊടുത്തു. ഭിക്ഷക്കാരൻ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞ് ഭിക്ഷക്കാരനോട് പോവുകയും ചെയ്തു. മാർട്ടിൻ തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പട്ടാള ക്യാമ്പിലേക്ക് തിരിച്ചെത്തി. മാർട്ടിൻ തിരിച്ചെത്തി. അന്നത്തെ ദിവസം കഴിഞ്ഞു. തൻ്റെ പട്ടാളക്കാരായ മറ്റ് സ്നേഹിതരുടെ കാര്യങ്ങളൊക്കെയും ഷെയർ ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് മാർട്ടിൻ രാത്രി കിടന്നുറങ്ങുന്നതായ സമയത്ത് ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്. താൻ ഒരു സ്വർഗീയ അനുഭവമാണ് മാർട്ടിൻ കാണുന്നത്. സ്വർഗീയ അനുഭവം മാർട്ടിൻ കാണുമ്പോൾ അവിടെ സ്വർഗം തുറന്നിരിക്കുന്നു. മാലാഖമാർ, പല വിശുദ്ധന്മാർ സ്വർഗത്തിൽ അവരെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ നടുവിൽ, വിശുദ്ധരുടെയും മാലാഖമാരുടെയും നടുവിൽ യേശുക്രിസ്തു നിൽക്കുന്നതായിട്ട് മാർട്ടിൻ കാണുകയാണ്. ഒരു മാലാഖ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ കർത്താവേ, നിനക്ക് ഈ കീറിയ കമ്പിളി ആരാണ് തന്നത്? ഈ കീറിയ വസ്ത്രം നിനക്ക് ആരാണ് തന്നത് എന്ന് കർത്താവിനോട് മാലാഖ ചോദിക്കുകയാണ്. കർത്താവ് അവിടെ കൂടിയിട്ടുള്ളതായ മാലാഖമാരോടും വിശുദ്ധരായിരിക്കുന്നവരുടെ ഗണങ്ങളോടും വളരെ സന്തോഷമായും ചിരിച്ചിട്ട് മറുപടിയായിട്ട് കൊടുത്തു. എന്താണ് കൊടുത്തെന്നറിയാമോ? എനിക്ക് കഴിഞ്ഞതിന് മുമ്പിലെ രാത്രി ഞാൻ പട്ടണവാതിക്കൽ കിടക്കുന്നതായ സമയത്ത് മാർട്ടിൻ എന്ന് പേരുള്ളതായ പട്ടാളക്കാരൻ, ഞാൻ തണുത്ത് വിറകലിച്ച് കിടക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ
അവൻ ധരിച്ചതായ പുതപ്പ് എനിക്ക് അന്നേരം അതാണ് ആവശ്യമായിരുന്നത്. പുതപ്പ് അവൻ കീറി പകുതി മാർട്ടിൻ ധരിച്ചു, അതിൻ്റെ പകുതി എനിക്ക് തന്നു, ഞാൻ തണുപ്പ് മാറ്റി പോന്നു എന്ന് ഈ മാർട്ടിനോട് ഈ മലാഖമാരുടെ ഗണത്തോട് ചേർന്ന് പറഞ്ഞു. വാത്സല്യമുള്ളവരെ, ഇവിടെ മാർട്ടിൻ സ്വർഗം തുറന്നിരിക്കുന്നു, മാലാഖമാരെ കാണുന്നു. കർത്താവ് ഈ സംഭവം അവിടെ പറയുമ്പോൾ മാർട്ടിൻ എത്രയോ കൃതാർത്ഥനായി. തൻ്റെ പട്ടാള ജോലിയോടൊപ്പം തന്നെ ഈ സ്വപ്നം മാർട്ടിനെ മാറ്റിമറിച്ചു. ഒരു നല്ല സുവിശേഷകനായി തീർന്നു, നല്ല ജീവിതത്തിൻ്റെ ഉടമയായി തീർന്നു. പിന്നെ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഈ ഏറ്റവും ചെറിയവരിൽ നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം അത് എനിക്കാകുന്നു ചെയ്തത് എന്ന് ക്രിസ്തു അവരോട് പറയുന്നതായ ഭാഗവും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം കരുണ ഇല്ലാത്തതായ ഒരു ലോകത്ത് കരുണ എന്ന ആ അർത്ഥത്തിന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണയുണ്ടാകും. കർത്താവിൻ്റെ അടുത്ത് പാർട്ടിയെക്കുറിച്ചുള്ളതായ കരുതലും പദ്ധതികൾ വലുതായിരുന്നതുപോലെ ഈ സുവിശേഷ പന്തലിലിരുന്ന് കേൾക്കുന്ന ഈ സുവിശേഷം കേൾക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, കരുണ നഷ്ടപ്പെട്ടതായ കരുണ നിർജ്ജീവമായിരിക്കുന്ന കാലയളവിൽ നമുക്ക് ഒരു ദൈവികമായ കാഴ്ചപ്പാടിൽ നമുക്ക് സമൂഹത്തോട് പെരുമാറാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. 1 മിനിറ്റ് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ബാഹ്യമായ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, നമ്മുടെ ആന്തരിക കണ്ണുകളെ നമുക്ക് തുറക്കാം, നമ്മുടെ മനസ്സിനെയും ചിന്തയുടെയും ദൈവത്തിങ്കിലേക്ക് നമുക്ക് ഉയർത്താം. മാറ്റി സ്വർഗം തുറന്നിരിക്കുന്നതും മാലാഖമാരും വിശുദ്ധന്മാരും സ്വർഗത്തിൽ ഇരിക്കുന്നതും അവരുടെ നടുവിൽ യേശു തമ്പുരാനിൽ നിൽക്കുന്നതുമായിരിക്കുന്ന കാഴ്ച ദർശനത്തിൽ കൂടി മാറ്റി കാണുവാൻ ഇടയായി തീർന്നു. തനിക്ക് ലഭിച്ചതായ ഈ കീറിയ പുതപ്പിൻ്റെ ഒരു ഭാഗം ചോദിച്ചപ്പോൾ അത് എനിക്ക് പട്ടണവാതിക്കൽ വെച്ച് മാറ്റി എന്ന് പറഞ്ഞ് പട്ടാളക്കാരൻ തന്നതാകുന്നു എന്ന് പറയുകയുണ്ടായി. വാത്സല്യമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു പങ്കുവയ്ക്കലിന് നമ്മുടെ മനസ്സ് എത്രമാത്രം ഒരുക്കമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കരുതുവാനുള്ളതായ ഒരു മനസ്ഥിതിക്ക് നമ്മൾ എപ്രകാരം ഒരുക്കമുള്ളവരാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 8-ാം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണയുണ്ടാകും. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തെടുത്തോളം എനിക്കാകുന്നു ചെയ്തത്. വാസ്തവത്തിൽ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്നത് ഇവിടെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ട്, ജീവിക്കുന്നതിനൊരു അർത്ഥമുണ്ട്. ക്രിസ്തുവിനോടുകൂടി നല്ലതായ സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? നമുക്ക് മറ്റുള്ളവരോട് കരുണയുണ്ടാകണം, നമുക്ക് പങ്കുവയ്ക്കാനുള്ളതിന് മനസ്ഥിതി ഉണ്ടാകണം. നല്ലതായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കും. അപ്രകാരം സുവിശേഷം നമ്മുടെ മനസ്ഥിതിയെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം നടത്തപ്പെടുന്ന കീഴില്ലം സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥന നേർന്നുകൊണ്ട് അതിലെ പ്രവർത്തകർക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവിലത്രയും സ്നേഹമുള്ള ദൈവങ്ങളെ, അപ്പോസ്തല പ്രവൃത്തികൾ 10:44 പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന മക്കളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളിൽ വന്ന് നിറയുവാൻ, പാപബന്ധനങ്ങൾ അഴിയാൻ, തഴക്കദോഷങ്ങൾ മാറിപ്പോകാൻ, രോഗബന്ധനങ്ങൾ അഴിയുവാൻ അനേകം സുവിശേഷകർ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നിങ്ങളോടൊത്ത് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് സിസ്റ്ററിന് തന്ന വചനം 2 തിമോഥെയോസിന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം. നീയോ സകലത്തിലും ഉണർവുള്ളവനായിരിക്കുക, കഷ്ടം സഹിക്കുക,
സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ തിരുവചനം വായിച്ച് ഒരുങ്ങാൻ വേണ്ടി സിസ്റ്റർ ഈ ചാപ്പലിന്റെ പുറകുവശത്തിരിക്കുമ്പോൾ ഒരത്ഭുതം നടന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആ അത്ഭുതത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറപ്പു തരികയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷകന്റെ വേല ചെയ്യുക, പ്രവൃത്തി ചെയ്യുക എന്നുള്ള ആ വചനം സിസ്റ്റർ ഇങ്ങനെ വിശുദ്ധ ബൈബിളിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസ്വരം കേൾക്കുകയാണ്. മോളെ, 2 ദിവസം മുമ്പ് അപ്പനും അമ്മയും ഇല്ലാത്തൊരു കുഞ്ഞ് വിളിച്ചു തോർക്കുന്നുണ്ടോ? ആ കുഞ്ഞിനെ സഹായിക്കാതെ സുവിശേഷം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഞാൻ ചില ന്യായങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പറഞ്ഞു. അപ്പനും അമ്മയും ഇല്ലാത്ത കുഞ്ഞ് 10ാം ക്ലാസ് വരെ പഠിച്ചത് ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ്. അവളുടെ വീട് ഒത്തിരി ദൂരെയല്ല. തൃക്കുളത്തൂർ പള്ളി ഇടവാംഗമായിരിക്കുന്ന അഖില സാജു. അവളുടെ മാതാവ് ക്യാൻസർ രോഗിയായിരുന്നു. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ഭവനം. ഷൈനി എന്നു പേരുള്ള അവളുടെ മാതാവ് ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് വന്നപ്പോൾ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചത് ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ദൈവമക്കളെ, അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഷൈനിക്കറിയാം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരു വീട് നിർമ്മിച്ച് നൽകാനാകില്ലെന്ന്. എന്നാൽ അവളുടെ വിശ്വാസവും പ്രാർത്ഥനയും സ്വർഗം കണ്ടു. സിംഗപ്പൂർ രാജ്യത്തുള്ള പള്ളിയിൽ നിന്ന് അവൾക്കൊരു ഭവനം പണിതു കൊടുക്കുവാൻ ദൈവം ക്രമീകരിച്ചു. അത് ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആയിരിക്കണം. അങ്ങനെ സിംഗപ്പൂർ പള്ളിയിലുള്ള ചുമതലയിലുള്ളവർ സിസ്റ്ററിനെ വിളിച്ച് ആ കാര്യങ്ങൾ ക്രമീകരിച്ചു. ദൈവമക്കളെ, അവർക്കൊരു ഭവനം പണിതു കൊടുത്തു. ആ ഭവനത്തിൽ കിടന്ന് ക്യാൻസർ രോഗിയായ ഷൈനി മരിച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞു. അവരുടെ ഷൈനി സാജു ദമ്പതികളുടെ ഏക മകൾ അഖില +2 കഴിഞ്ഞു. മറ്റൊരു കോഴ്സിന് ചേർന്നു, 2 വർഷത്തെ കോഴ്സിന്. പപ്പയ്ക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അവളെ പഠിപ്പിക്കണം. എന്നാൽ അല്പം കുറവുള്ള കുഞ്ഞാണ്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ അവൾക്കറിയില്ല. +2 കഷ്ടി അവൾ വിജയിച്ചിട്ടേ ഉള്ളൂ. അവളെ ഒരു കോഴ്സിന് ചേർത്തു. മാസം 6000 രൂപ ഫീസ് അടയ്ക്കണം. 1 വർഷം തികയുന്നതിന് മുമ്പ് ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുത്ത ആ ഭവനത്തിൽ കിടന്ന് ആസ്മ രോഗിയായ ആ കുഞ്ഞിന്റെ പപ്പ മരിക്കുകയാണ്. 2 പേരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അഖില മോള് സിസ്റ്ററിനെ വിളിക്കാറുണ്ട്. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, മാർച്ച് 11 ഫീസ് അടച്ചിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഇപ്പോൾ ഈ കോവിഡ് രോഗം മൂലം ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സഹായിക്കാനൊന്നും പറ്റില്ലല്ലോ, പ്രവർത്തനങ്ങളൊന്നുമില്ലല്ലോ. എന്നാൽ ആ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് അവളുടെ പപ്പയ്ക്ക് ഒരാൾ തന്ന 10000 രൂപ ഏൽപ്പിച്ചു. ആദ്യത്തെ ഡൊണേഷൻ ആദ്യം തുടക്കത്തിൽ 25,000 രൂപയോ മറ്റോ അടയ്ക്കണമായിരുന്നു. വീണ്ടും അവളൊരു ദിവസം വിളിച്ച് 6000 രൂപ വേണമെന്ന് പറഞ്ഞു. പുല്ലുവഴി ചാപ്പലിൽ പോയി പ്രസംഗിച്ചപ്പോൾ ഈ കാര്യം അവിടെ വെളിപ്പെടുത്തി. ഒരു കുടുംബം 6000 രൂപ തന്നു, അതും അവൾക്ക് കൊടുത്തു. എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ അവൾ എന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. സിസ്റ്ററെ, മാർച്ച് മുതലുള്ള പൈസ കൊടുത്തിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ആ ഇടവക പള്ളിയിൽ ചിലരുടെ പേര് പറഞ്ഞു കൊടുത്തു, അവരെ ഒന്ന് വിളിച്ചു നോക്ക്. മോളുടെ പഠനം, പഠിപ്പിക്കാനുള്ള ഫീസ് പള്ളിക്കാർ തന്ന് സഹായിക്കട്ടെ. എന്നാൽ ഈ രോഗത്തിന്റെ വ്യാപനം മൂലം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന
ആ പള്ളിക്കാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഈ ചാപ്പലിന്റെ പുറകിലിരുന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് പറഞ്ഞു, ആ മകളെ സഹായിക്കണം. അപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചു, വീടൊക്കെ വെച്ചു കൊടുത്തു, ഇനി എങ്ങനെ സഹായിക്കാനാ? സാമ്പത്തിക ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ തമ്പുരാൻ ഒരു വ്യക്തിയെ എൻ്റെ മുന്നിൽ കാണിച്ചു തന്നു. എനിക്ക് പ്രാർത്ഥിച്ചൊതുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? ആ വ്യക്തിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു പ്രാർത്ഥനാ സഹായമുണ്ട്. മമ്മിയും പപ്പയും ഇല്ലാത്തൊരു കുഞ്ഞിനെ സഹായിക്കണം. അദ്ദേഹം അത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, കുറച്ച് സമയം കഴിയുമ്പോൾ സിസ്റ്റർ ഞാൻ വിളിക്കാം. അല്പസമയം കഴിഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തോളാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, അന്ന് രാത്രിയിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ വീട് വെച്ചു കൊടുത്ത അതേ പള്ളിക്കാരാണ് ആ കുഞ്ഞിൻ്റെ പള്ളി നേരിട്ട് ഏറ്റെടുക്കുകയല്ല, ചില വ്യക്തികൾ ആ കുഞ്ഞിനെ ഏറ്റെടുത്തു. ഓരോ മാസവും 10,000 രൂപ വെച്ചും 15,000 രൂപ വെച്ചുമൊക്കെ അടച്ചു തീർത്താലേ കോഴ്സ് തീരുമ്പോഴേക്കും ഫീസ് അടച്ചു തീരാനായിട്ട് പറ്റുകയുള്ളൂ. ദൈവമക്കളെ, ആ കുഞ്ഞിനെ സഹായിക്കാമെന്ന് ഏറ്റവർ എന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 1.5 ദിവസം അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടി വന്നു. അതിനുശേഷം മാത്രമേ എനിക്ക് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ സാധിച്ചുള്ളൂ. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, സുവിശേഷ വേല വചനം പ്രസംഗിക്കൽ മാത്രമല്ല, പിന്നെയോ കാരുണ്യ പ്രവൃത്തികളും അതിൽ അടങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരത്ഭുതം നടന്നു ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാനിരുന്നപ്പോൾ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ മക്കളിലും പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ടച്ചിങ് ഉണ്ടാകും. എൻ്റെ ഉള്ളിൽ വലിയൊരു വേദന തമ്പുരാൻ തന്നു. ആ കുഞ്ഞിനെ സഹായിച്ചിട്ട് നീ ഒരുങ്ങിയാൽ മതി. ദൈവമക്കളെ, ദൈവം തമ്പുരാൻ നിങ്ങളെ തൊടും. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. തിമോത്തിയോസിനോട് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നീയോ സകലത്തിനും നിർമ്മതൻ ആയിരിക്കുക, സകലത്തിലും ഉണർന്നിരിക്കുക. ഇതിന് പല പരിഭാഷകളുണ്ട്. ചില പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ചില പരിഭാഷയിൽ എങ്ങനെയാണ്? ആത്മസംയമനമുള്ളവനായിരിക്കുക, അചഞ്ചലനായിരിക്കുക, വീണു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമിലെ കാരാഗൃഹത്തിൽ കിടന്നാണ് എഴുതിയത്. 2 തിമോത്തിയോസ് 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കിടക്കുമ്പോൾ തിമോത്തിയോസിന് എഴുതി. ഇനി അധികം നാളുകളില്ല. ഇതൊരു വിടവാങ്ങൽ മെസ്സേജാണ്, ഇതൊരു വിടവാങ്ങൽ സന്ദേശമാണ്. തിമോത്തിയോസുമായിട്ട് പിരിഞ്ഞത് കണ്ണുനീരോടുകൂടെയാണ്. ഇനി കണ്ടുമുട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. റോമിൽ നീറോ ചക്രവർത്തിയുടെ ഭരണകാലം AD 64 നീറോ ചക്രവർത്തി റോമാ നഗരത്തെ നയനമനോഹരമാക്കാൻ ആഗ്രഹിച്ചിട്ട് അവിടുത്തെ ചേരി പ്രദേശങ്ങളെല്ലാം ചുട്ട് നശിപ്പിക്കാൻ ആഗ്രഹിച്ചു, കത്തിച്ച് കരിച്ചു കളയാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ആ ചേരി പ്രദേശങ്ങളെല്ലാം കത്തി അമരുമ്പോൾ അഗ്നിബാധയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങളുടെ വികാരം ചക്രവർത്തിക്കെതിരെ ആളിക്കത്തുമെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി എന്ത് ചെയ്തു എന്നറിയാമോ? ഈ അഗ്നിബാധയുടെ ഉത്തരവാദിത്വം ക്രിസ്ത്യാനികളുടെ മേൽ ചുമത്താൻ ആഗ്രഹിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ സേവകർ നാടുനീളെ പറഞ്ഞു വരുത്തി ഈ അഗ്നിബാധയുടെ ഉത്തരവാദിത്വം ക്രിസ്ത്യാനികൾക്കാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെ ക്രിസ്ത്യാനികളുടെ നേതാവായ വചനം പ്രസംഗിക്കുന്ന പൗലോസ്ലീഹായെ കാരാഗ്രഹത്തിലടച്ച് തടവറയിൽ ചങ്ങലയിലിട്ടിരിക്കുമ്പോൾ അതിവേദനയോടെ ഉള്ളിന്റെ ഉള്ളിൽ വലിയ വേദനയുണ്ട്. എന്നാൽ കഷ്ടതയിൽ സന്തോഷിച്ചുകൊണ്ട്
തിമോത്തിയോസിനോട് പറയുകയാണ്, അരുമ ശിഷ്യനോട് പറയുകയാണ്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, ഉണർന്നിരിക്കുക, പാപ പ്രലോഭനങ്ങളിൽ വീണു പോകരുത്, പിശാചിന്റെ പ്രലോഭനങ്ങളിൽ വീണു പോകരുത്. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് അലറുന്ന സിംഹത്തെ പോലെ ഊടാടി സഞ്ചരിക്കുമ്പോൾ അവന്റെ വലയിൽ പട്ടുപോകാൻ ഇടയാകരുതെന്ന് വളരെ ശക്തമായ ഭാഷയിൽ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, സകലത്തിലും ഉണർന്നിരിക്കണം, നിർമ്മതനായിരിക്കണം, പാപത്തിൽ വീണുപോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് അറിയാം, ദൈവം തമ്പുരാൻ ആദ്യത്തെ കുടുംബത്തെ ആശീർവദിച്ചത് ഏദൻ എന്ന പർദീസയിലാണ്, ഏദൻ തോട്ടത്തിലാണ്. ആദാമും ഹവ്വായും അങ്ങനെ സുഖമായി സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ പിശാചിന് ഏത് വേഷത്തിലും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും നമ്മുടെ അടുത്തടുത്ത് നമ്മെ പ്രലോഭനത്തിൽ വീഴിക്കാൻ സാധിക്കും. ഇതാ പാമ്പിന്റെ രൂപത്തിൽ പിശാച് കടന്നു എന്ന് ആ കുടുംബത്തെ തകർത്തത് നമുക്കറിയാം. പ്രലോഭനത്തിൽ വീണുപോയി ഹവ്വ, ആദ്യത്തെ കുടുംബത്തിന്റെ തകർച്ച. പിശാച് എന്താണ് പറഞ്ഞത്? നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാമോ? അപ്പോൾ അവൾ പറഞ്ഞു, തിന്നാൻ പറ്റില്ല, തൊടാനും പാടില്ല. എന്നാൽ പിശാച് പറഞ്ഞു, തിന്നാൽ ദൈവത്തെ പോലെയാകും. പ്രൈസ് ദി ലോർഡ്. ആ പ്രലോഭനത്തിൽ വീണുപോയ ഹവ്വ പഴം പറിച്ചു തിന്നു. അവൾ ആ പഴത്തെ സൂക്ഷിച്ചു നോക്കി. 3:16 പഴം കാണാൻ നല്ലതും തിന്നാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവുമെന്ന് കണ്ടിട്ട് അവളത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ദൈവമക്കളെ, കാണാൻ നല്ലതെല്ലാം ദൈവമക്കൾക്ക് നല്ലതല്ല. തിന്നാൻ നല്ലതെന്ന് തോന്നുന്നതെല്ലാം ദൈവമക്കൾക്ക് തിന്നാൻ പാടില്ല. ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമെന്ന് തോന്നുന്നതെല്ലാം ദൈവമക്കൾക്ക് യോജിച്ചതല്ല. ഇന്ന് ഈ മൊബൈൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഇത് മാത്രം മതി. ഇതിനകത്ത് വിശുദ്ധി നിറഞ്ഞിരിക്കുന്നുണ്ട്, ഇതിനകത്ത് അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നുണ്ട്. മറ്റെവിടെയും പോകണ്ട, സ്വന്തം മുറി അടച്ചിട്ട് ആ മുറിക്കകത്ത് ഇത് കയ്യിലെടുത്തുകൊണ്ടിരുന്നാൽ മതി, അശുദ്ധി കൊണ്ട് നിറയാം. എന്നാൽ വിശുദ്ധി ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ നിന്ന് വിശുദ്ധി ലഭിക്കും, വിശുദ്ധി കൊണ്ട് നിറയാനാകും. പിശാച് ഇന്ന് ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് ഇതിലൂടെയാണ്. മ്ലേച്ഛ ജീവിതത്തിലേക്ക് അനേക മക്കളെ വലിച്ചിഴയ്ക്കുന്നത്. കൂട്ടുകാരുടെ കൂടെ കൂടണ്ട, തനിച്ചിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. പാപപ്രലോഭനത്തിൽ വീണ അനേകം ജീവിതങ്ങൾ, പിശാചിന്റെ പ്രലോഭനത്തിൽ വീണ് അനേക ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. കുടുംബ ജീവിതങ്ങൾ തകർന്നിട്ടുണ്ട്, ദാമ്പത്യ ജീവിതങ്ങൾ തകർന്നിട്ടുണ്ട്. ദൈവമക്കളെ, ആദാമും ഹവ്വായും ദൈവം നൽകിയ പ്രകാശ വസ്ത്രം ഉരിയപ്പെട്ടവരായി. അവർ പ്രലോഭനത്തിൽ വീണതുകൊണ്ട് മാത്രമല്ല, പിന്നെയോ അവർ അവരുടെ കുറ്റത്തെ ന്യായീകരിച്ചു, അവരുടെ പാപത്തെ ന്യായീകരിച്ചു. അവർക്ക് പിതാവായ ദൈവം തോട്ടത്തിൽ വന്നപ്പോൾ ആദമേ എന്ന് വലിയ വേദനയോടെ വിളിച്ച നിമിഷം, തെറ്റിപ്പോയി പിതാവേ എന്ന് പറഞ്ഞ് ആ പാതാരവിന്ദത്തിൽ വന്ന് വീണ് കിടന്ന് നിലവിളിച്ചെങ്കിൽ, അനുദപിച്ചായിരുന്നെങ്കിൽ പർദീസ നഷ്ടപ്പെടുകയില്ലായിരുന്നു. എന്നാൽ പിശാചിന്റെ പ്രലോഭനത്തിൽ വീണ് പാപം ചെയ്യുക മാത്രമല്ല, ദൈവത്തെ അവിശ്വസിച്ച് പിശാചിനെ വിശ്വസിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ അനുദപിക്കാത്ത കഠിന ഹൃദയത്തിന്റെ ഉടമകളായി അവർ മാറി. അവർ പരസ്പരം ന്യായീകരിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, അവരുടെ പ്രകാശവസ്ത്രം നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പർദീസ അവർക്ക് നഷ്ടപ്പെട്ടു. ഈ പർദീസ തിരികെ നൽകാൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന യേശുവിൻ്റെ തിരുസന്നിധിയിൽ നാം അണയേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഹോളി പേഴ്സണാലിറ്റി ഉണ്ട്. സിസ്റ്ററിന് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് പൂർവ്വപിതാവായ ജോസഫ്. ദൈവമക്കളെ, ജോസഫിനെ സ്വന്തം സഹോദരങ്ങൾ ഒട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് ഒരു അടിമയായിട്ട് മിസ്രയീമ്യർക്ക് വിറ്റു. പോത്തിഫേറിന്റെ വീട്ടിൽ ചെന്നു. പോത്തിഫേറിന്റെ ഭാര്യ യുവകോമളനായ അതിസുന്ദരനായ ജോസഫിനെ കണ്ടിട്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്.
എന്നാൽ ദിനം പ്രതി പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവമക്കളെ, ജോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. സത്യം വിട്ട് പ്രവർത്തിക്കില്ലെന്ന്, ദൈവത്തെ മറന്ന് പ്രവർത്തിക്കില്ലെന്ന് തീരുമാനമെടുത്ത ജോസഫ്, ഉൽപ്പത്തി പുസ്തകം 39:9, ജോസഫ് അവളോട് പറയുകയാണ്, നീ എന്റെ യജമാനന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മഹാദോഷം ചെയ്ത് ഞാൻ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും? ദൈവമക്കളെ, സാഹചര്യങ്ങൾ സ്വതന്ത്രമായി തുറന്നു കിടന്നപ്പോൾ, പാപം ചെയ്യാൻ സാഹചര്യം അവന്റെ മുന്നിൽ പിശാച് തുറന്നിട്ട് കൊടുത്തപ്പോൾ, പാപം ചെയ്യാതെ ധീരനായി നിന്ന ജോസഫ്, ഹല്ലേലൂയ, ജോസഫിനെ എന്റെ മുമ്പിൽ, സിസ്റ്ററിന്റെ മുന്നിൽ ഒന്ന് കിട്ടുകയായിരുന്നെങ്കിൽ ആ പാദം തൊട്ടൊന്ന് വന്നിക്കാൻ അത്രമാത്രം ഹോളി പേഴ്സണാലിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ദൈവമക്കളെ, എന്താ സംഭവിച്ചത്? പാപം ചെയ്യാതിരുന്നപ്പോൾ അവളുടെ കുടിലതന്ത്രങ്ങളാൽ 13 വർഷം ജയിലിൽ കിടന്നിട്ടും ജോസഫിനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. 13 വർഷം ജയിലിൽ കിടന്നിട്ടും ജോസഫ് ദൈവത്തോട് കൂടെ തന്നെയായിരുന്നു. എന്ത് സംഭവിച്ചു? പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ, സ്വന്തം സഹോദരങ്ങൾ ക്ഷാമകാലത്ത് പ്രധാനമന്ത്രിയായിരിക്കുന്ന ജോസഫിന്റെ അടുത്തെത്തിയപ്പോൾ, തങ്ങളുടെ സഹോദരനാണെന്നറിയാതെ ഭാവവും രൂപവും എല്ലാം മാറിയിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ അടുത്ത് വന്ന് താണു വീണ് കിടക്കുന്ന സമയത്ത് ജോസഫ് പറയുന്നു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എന്നാൽ ഈ കാണുന്ന ജനങ്ങളെയെല്ലാം പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ, ഇവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ മുന്നമേ അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ, നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെ എല്ലാം ഞാൻ പോറ്റി പുലർത്തും, സംരക്ഷിക്കും. ദൈവമക്കളെ, 13 വർഷം ജയിലിൽ കിടന്നപ്പോൾ തന്റെ സഹോദരന്മാരോട് വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ അവരെ സ്വീകരിക്കത്തക്ക വിധത്തിൽ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഒരു പക്വതയുള്ള വ്യക്തിത്വം ഉണ്ടാകാൻ ഇടയായി തീർന്നു. അവിടെ കിടന്ന്, ജയിലിൽ കിടന്ന് ദർശനവരം കിട്ടി. ആ ദർശനവരം മുഖാന്തരമാണ് ദൈവം ജോസഫിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ വിശുദ്ധിയിൽ നിലനിൽക്കുമ്പോൾ സഹനത്തിച്ചൂളയിലൂടെ നീന്തി തുടിച്ചു പോകേണ്ടി വന്നാൽ, ഹല്ലേലൂയ, അത് കഴിയുമ്പോൾ ദൈവത്തിന്റെ നല്ലൊരു സ്നേഹ സമ്മാനം ദൈവത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. എന്നാൽ പാപത്തിന്റെ പടുകുഴിയിൽ വീണ് കിടന്നാൽ, വീണുപോയാൽ, ദൈവമക്കളെ, അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. പാപം ചെയ്ത ഒരു വ്യക്തിയുടെ വേദന അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചോദിച്ചു, എന്താണ്? അപ്പൊ അവൾ പറഞ്ഞു, അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്തൊരു പാപം എന്നെ വേട്ടയാടുകയാണ്. എന്റെ ചങ്കിനകത്ത് വല്ലാത്ത ഭാരം, എന്റെ തലയിൽ വല്ലാത്ത ഭാരം. ഞാൻ ചോദിച്ചു, കുമ്പസാരിച്ചില്ലേ? കുമ്പസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ദൈവമക്കളെ, വർഷങ്ങൾക്ക് മുൻപ് ശരീരം കൊണ്ട് പാപം ചെയ്തതിന്റെ നൊമ്പരം അത് വലിയ ഭാരമായി, തലയിൽ വലിയ പെരുപ്പായി ഇരിക്കുന്ന ഒരു അവസ്ഥ. ഏറ്റവും വലിയ നൊമ്പരം പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. അതിനാണ് യേശു തമ്പുരാൻ ക്രൂസിൽ നമുക്ക് വേണ്ടി മരിച്ചത്. ആ ക്രൂസിൽ ചുവട്ടിൽ അണഞ്ഞാൽ മതി. തിമോഥെയോസിനോട് പറയുകയാണ്, നീ പാപബന്ധനങ്ങളിൽ വീണുപോകരുത്, പൈശാചിക പ്രലോഭനങ്ങളിൽ വീണുപോകരുത്. എല്ലാ കാര്യത്തിലും നീ ഉണർന്നിരിക്കണം. നീ സമചിത്തതയുള്ളവനായിരിക്കണം. ആത്മസംയമനം പാലിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, കൽപ്പനകൾ പാലിച്ച് വിശുദ്ധരായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. അനേക കുടുംബങ്ങളിൽ നിന്ന് തകർന്നു കിടക്കുന്നു. ഭാര്യ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിലൂടെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു കുടുംബത്തിൽ ഒരാൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ
സഹനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ആ കുടുംബം മുഴുവനും ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തീമോഥെയോസിനോട് പറയുകയാണ്, നീ സകലത്തിലും നിർമ്മതനായിരിക്കണം. പല ഭവനങ്ങളിലും വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന, ശുശ്രൂഷ ലഭിക്കുന്നില്ല. മാതാപിതാക്കളെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നുമുള്ളത് കൽപ്പനയാണ്. ദീർഘായുസോടെ ഇരിക്കാൻ, ഹല്ലേലൂയ, ദീർഘായുസോടെ ഇരിക്കാൻ മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ബാറാസിയറെ 3-ാം അധ്യായത്തിൽ മാതാപിതാക്കളോടുള്ള കടമ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ മരുമകൾ കടപ്പെട്ടവളാണ്. ആ ശുശ്രൂഷ നൽകാൻ സാധിച്ചില്ലെങ്കിൽ മക്കളിലേക്ക് അനുഗ്രഹം ലഭിക്കുകയില്ല. മാതാപിതാക്കളെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുമ്പോൾ തലമുറകളിലേക്ക് അനുഗ്രഹങ്ങൾ പകരപ്പെടുകയാണ്. മാതാവിന്റെ കണ്ണുനീര് ഭവനത്തിന്റെ അടിത്തറ തകർക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം മുഴുവനും മാതാപിതാക്കളോടുള്ള കടപ്പാടാണ്. പിതാവിനെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ പാപങ്ങൾക്ക് പോലും പരിഹാരം കിട്ടുമെന്ന് എഴുതി വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ട് എന്തുകൊണ്ടാ ചില ഭവനങ്ങൾ വിജയത്തിലെത്താത്തത്, ചില ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തത്? കടപ്പാടുകൾ മറക്കുന്നത് കൊണ്ട്. കാരാഗ്രഹത്തിൽ കിടക്കുന്നത് പോലെയാ ചില വാർദ്ധക്യം ബാധിച്ച ചില മാതാപിതാക്കൾ ഭവനങ്ങളിൽ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കടപ്പാടുകൾ മറന്നു പോകരുത്. നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എവിടെയാണ് തെറ്റുകൾ പറ്റിയിട്ടുള്ളത് അതോർത്ത് അനുദപിക്കുക. 2-ാമത്തെ പോയിന്റിലേക്ക് സിസ്റ്റർ പ്രവേശിക്കുകയാണ്. ജീവിതത്തിൽ എവിടെയാണ് കുറവുകൾ വന്നിട്ടുള്ളത്? വാശിയും വൈരാഗ്യവും വെറുപ്പുമൊക്കെയായി മിണ്ടാതെ കഴിയുന്ന, ഒന്ന് സംസാരിക്കാൻ പറ്റാതെ, മുഖത്ത് നോക്കാൻ പറ്റാതെ നീറുന്ന ജീവിതങ്ങളുണ്ട്. ഖത്തറിൽ നിന്ന് ഒരു സഹോദരി വിളിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നിലവിളിക്കുകയാണ്. കാരണം ഡൈവോഴ്സിന്റെ വക്കിലാണ്. ആ വീടിന്റെ ഇട്ടാവട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആ വീട്ടിൽ ആരും സംസാരിക്കുന്നില്ല. ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ബന്ധുമിത്രാദികളൊന്നുമില്ല. വലിയ വേദനയിലാണ്. ദൈവമക്കളെ, ഇങ്ങനെ തകർന്നിരിക്കുന്ന ദാമ്പത്യ ജീവിതങ്ങൾ ഏറെയുണ്ട്. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. വിശുദ്ധ ബൈബിളിന്റെ ഏടുകളിൽ ഒത്തിരി വിശുദ്ധ ജീവിതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദാവീദ് പോലും വീണുപോയപ്പോൾ വഴുവഴുപ്പുള്ള ഈ പാതയിൽ വീഴാതെ നിന്ന ഒത്തിരി ജീവിതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ വീഴാതിരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമുക്കൊന്നും കുറ്റം കൊള്ളാനില്ല. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ നിനക്ക് വിശുദ്ധിയിൽ നിലനിൽക്കാനാകും. സകലത്തിലും നിർമ്മതനായിരിക്കുമ്പോൾ, നീ വീണു പോകാതിരിക്കുമ്പോൾ അതിലെല്ലാം പ്രതിഫലമുണ്ട്. ജോസഫിന്റെ ജീവിതം അതിനുദാഹരണമാണ്. 2-ാമത്തെ പോയിന്റ്, കഷ്ടം സഹിക്കുക. എന്തിനാണ് നമ്മൾ കഷ്ടം സഹിക്കേണ്ടത്? ദൈവമക്കളെ, നമ്മൾ കഷ്ടത അനുഭവിക്കേണ്ടത് കുടുംബത്തെ പോറ്റാൻ കഷ്ടത സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ നേടാൻ കഷ്ടം സ്വീകരിക്കണം. അപ്പോഴാണ് സ്വർഗം സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഷ്ടത ഏറ്റെടുക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? ദൈവസ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്നവർക്ക്. റോമലേഖനം 8:35. ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ആർക്ക് കഴിയും? പട്ടിണിക്കോ, മരണത്തിനോ, വാളിനോ, നഗ്നതയ്ക്കോ? ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഇതിനൊന്നും കഴിയില്ല. ദൈവസ്നേഹം ഉള്ളിൽ കത്തിജ്വലിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കഷ്ടത ഏറ്റെടുക്കാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ യേശു സ്നേഹം നിറഞ്ഞ് കത്തിജ്വലിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കഷ്ടതകൾ ഏറ്റെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. ചങ്ങല കിലുക്കി പൗലോസും ശീലാസും
ദൈവത്തെ സ്തുതിക്കുന്നു. തടവറയിൽ കിടന്നുകൊണ്ട് ഉടുതൊടി പോലും ഉരിഞ്ഞു കളഞ്ഞ് ശരീരം മുഴുവനും ചാട്ടവാറുകൊണ്ട് അടിച്ചു കീറിയപ്പോൾ, രക്തം ധാരധാരയായി ഒഴുകിക്കിടക്കുമ്പോൾ അവരവരുടെ മുറിവുകളിലേക്ക് നോക്കാതെ കർത്താവിന്റെ മുറിവുകളിലേക്ക് നോക്കിയിട്ട് അവരുടെ മുറിവുകൾ കർത്താവിന്റെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് അർദ്ധരാത്രിക്കും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവിടെ വലിയ അത്ഭുതം നടന്നു. അർദ്ധരാത്രിക്ക് അധികം സ്തുതിപ്പുകളൊന്നും സ്വർഗത്തിലേക്ക് ഉയരാറില്ല. എന്നാൽ ദൈവമക്കളെ, അവര് സഹനത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ച നിമിഷത്തിൽ അവരുടെ ആ സ്തുതിപ്പുകൾ സ്വർഗത്തിലെത്തിയപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയപ്പോൾ വാതിലുകളെല്ലാം തുറന്നു. പൗലോസിന്റെയും ശീലാസിന്റെയും മാത്രമല്ല, കാരാഗ്രഹത്തിൽ കിടന്ന സകല കുറ്റവാളികളുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവർ സ്വതന്ത്രരായി. എന്നിട്ട് എന്തേ അവർ ഓടിപ്പോകാതിരുന്നത്? ഓടിപ്പോകാൻ പാടില്ല. ആ ജയിലിൽ കിടന്ന ഓരോ കുറ്റവാളിയും പൗലോസിലും ശീലാസിലും അസാധാരണ വ്യക്തിത്വത്തെ കണ്ടു. അതുവരെയും അവർ മറ്റുള്ളവരെ ശപിച്ച്, ജന്മം നൽകിയവരെ ശപിച്ച്, ഈ കാരാഗ്രഹത്തിൽ അടച്ചവരെ ശപിച്ചാണ് ജീവിച്ചതെങ്കിൽ, അവിടെ കഴിഞ്ഞിരുന്നതെങ്കിൽ, ഇതാ അസാധാരണമായ വ്യക്തിത്വങ്ങളെ കണ്ടിട്ട് അവർക്ക് അവിടെ നിന്ന്, ആ ജയിലിൽ നിന്ന് വാതിലുകൾ തുറക്കപ്പെട്ടിട്ടും ഓടിപ്പോകാൻ കഴിഞ്ഞില്ല. ഒരു ദൈവിക തേജസ്സിനുള്ളിൽ അവർ ചുറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് കാരാഗ്രഹ പ്രമാണി, കഠിനഹൃദയനായ കാരാഗ്രഹ പ്രമാണി എന്ത് ചെയ്യും? എന്താണ് ചെയ്യേണ്ടത്? നാളെ അധികാരികൾ എന്റെ കഴുത്തിന് മുകളിൽ ശിരസ്സുണ്ടാകില്ല. അധികാരികൾ എനിക്ക് ശിക്ഷ തരും. എന്ത് ചെയ്യണം രക്ഷ പ്രാപിക്കാൻ? ദൈവമക്കളെ, എളിയിൽ തിരികിയിരുന്ന വാളൂരി സ്വയം മരിക്കാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ ഇതാ അടിമ യജമാനനാകുന്നു, യജമാനൻ അടിമയാകുന്ന അനുഭവം. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നാളെ എന്റെ ജീവൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അധികാരികൾ എന്നെ വകവരുത്തും. ഇതായിരുന്നു അതിന്റെ ധ്വനി. അപ്പോൾ പൗലോസ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവമക്കളെ, സഹനങ്ങൾ ഏറ്റെടുത്ത് അതെ ചങ്ങലയിൽ കിടന്നപ്പോൾ, ആ ചങ്ങലകൾ കുലുക്കി ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ആത്മാക്കളെ രക്ഷിക്കാൻ കഴിഞ്ഞു. കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരം സംഭവിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ മുഴുവനും മാനസാന്തരം സംഭവിക്കുകയാണ്. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, എല്ലാ പാപവും ഏറ്റെടുത്തു. എന്നാൽ ഇന്നും മാനസാന്തരത്തിന് അതിന്റെ പിന്നിൽ സഹനങ്ങൾ ആവശ്യമാണ്. സഹനങ്ങൾ ആവശ്യമാണ്. കണ്ണുനീരോടെ രാത്രിയുടെ യാമങ്ങളിൽ ചങ്കുരുകി പ്രാർത്ഥിക്കുമ്പോൾ അനേക സ്ത്രീകൾ കണ്ണുനീരൊഴുക്കിയപ്പോൾ ഭർത്താക്കന്മാരുടെ മാനസാന്തരം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പിറുപിറുപ്പോടെ ഹല്ലേലൂയ പരിഹാസത്തോടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തി നടന്നിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ദൈവികാനുഭവം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അനേകം ഗൃഹനാഥന്മാരുടെ കണ്ണുനീരുകൊണ്ട് ഭാര്യമാർ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് കടന്നു വന്ന ഒരപ്പച്ചൻ, 65 വയസ്സ് അന്നുണ്ട്. ഈ അപ്പച്ചൻ ധ്യാനകേന്ദ്രത്തിൽ വരാൻ ഒരു കാരണമുണ്ട്. മരുമകള് അവളുടെ സ്വന്തം വീട്ടിൽ ദൈവാനുഭവത്തിൽ ജീവിച്ചതാണ്. എന്നാൽ വിവാഹം ചെയ്ത് കടന്നു ചെന്ന വീട്ടിൽ ദൈവാനുഭവമില്ല. ഗ്രഹനാഥനായിരിക്കുന്ന അപ്പച്ചൻ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നക്കാരനെ കാണാൻ പോകും. ഒരു നരകതുല്യമായ അനുഭവം. ഈ മരുമകള് എന്ത് ചെയ്തു എന്നറിയാമോ? ആ ഭവനത്തിന് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ അവള് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ അപ്പച്ചൻ മന്ത്രവാദവും കൂടോത്രവും എല്ലാം ചെയ്ത് പ്രശ്നക്കാരനെ കാണാൻ പോയി. പ്രശ്നം ചെയ്ത് പ്രശ്നം വെച്ച് എന്ത് സംഭവിച്ചെന്നറിയാമോ? രോഗിയായി തീർന്നു. ആസ്പത്രിയിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. ശരീരം നീര് വെച്ചിരിക്കുക, നടക്കാൻ പറ്റുന്നില്ല. എല്ലാ ചെക്കപ്പും ചെയ്തു. അപ്പച്ചനൊരു രോഗവുമില്ലെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. ആ അവസ്ഥയിലാണ് ഈ മരുമകൾ പ്രാർത്ഥിച്ച് അപ്പച്ചനോട് പറഞ്ഞു, വീട്ടിലുള്ളവരോട് പറഞ്ഞു, ഒരു ധ്യാനത്തിന് പോകാം. അങ്ങനെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ധ്യാനത്തിന് വരാൻ സമ്മതിച്ചു. ധ്യാനത്തിന്റെ ദിവസങ്ങൾ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. സത്യകുംഭസാരം നടത്തി
തിരുവചനം കേട്ട് വചനത്തിന്റെ ചുരുൾ കഴിഞ്ഞപ്പോൾ ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വചനം അപ്പച്ചന്റെ ഹൃദയത്തിൽ ആഴ്ന്നു പതിഞ്ഞപ്പോൾ ചെയ്തുപോയ പാപങ്ങൾ ഓർത്ത് അപ്പച്ചൻ അലമുറയിട്ട് കരഞ്ഞ് ആഴമായ അനുതാപത്തോടെ കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞു. ദൈവമക്കളെ, ആന്തരികസൗഖ്യ ആരാധനയുടെ സമയം, വിശുദ്ധ കുർബാന അനുഭവമൊക്കെ കഴിഞ്ഞ് ആന്തരികസൗഖ്യ ആരാധനയുടെ സമയത്ത് സിസ്റ്ററിനെ ആരാധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഉള്ളിലൊരു ബോധ്യം തന്നു, ഈ അപ്പച്ചൻ എഴുന്നേറ്റ് നടക്കുമെന്ന്. ദൈവമക്കളെ, അല്പസമയം കഴിഞ്ഞ് സിസ്റ്റർ നോക്കിയപ്പോൾ ഈ അപ്പച്ചൻ എഴുന്നേറ്റിരുന്ന കരങ്ങൾ അടിക്കുന്നു, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ധാരാളം മക്കൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നു ധ്യാനക്കാർക്ക് വേണ്ടി. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അപ്പച്ചന്റെ മരുമകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം അഭിഷേക ആരാധനയുടെ സമയത്ത് വീണ്ടും ഒരു സ്വരം കേൾക്കുകയാണ്, ഈ അപ്പച്ചൻ എഴുന്നേറ്റ് നടക്കുമെന്ന്. അപ്പോൾ ആരോ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ സിസ്റ്റർ അപ്പച്ചന്റെ അടുത്ത് ചെന്നു. ഈ അപ്പച്ചന്റെ ഒരു കരത്തിൽ പിടിച്ചിട്ട് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, യേശു നാമത്തിൽ എഴുന്നേൽക്കാൻ യേശു പറയുന്നു. യാതൊരു മടിയും കൂടാതെ ഈ അപ്പച്ചൻ എഴുന്നേറ്റു. അപ്പച്ചന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്റെ കരം വിട്ടു. അപ്പച്ചൻ കൊച്ചു കുഞ്ഞുങ്ങൾ വെച്ച് നടക്കുന്നത് പോലെ ആ കാലുകൾ മുന്നോട്ട് വെച്ച് നടക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തമ്പുരാൻ എന്റെ കൺമുന്നിൽ ഈ അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ ധാരാളം അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ ഈ കണ്ണുകൊണ്ട് കാണാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ദൈവമക്കളെ, അപ്പച്ചൻ എഴുന്നേറ്റ് ഇങ്ങനെ നടന്നു. ധ്യാനഹോളിന്റെ പുറകിൽ കട്ടിലുകൾ ഇട്ടിട്ടുണ്ട് രോഗികൾക്ക് കിടക്കാൻ. ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അപ്പച്ചൻ ഇങ്ങനെ മുന്നോട്ട് നടന്നു വരുമ്പോൾ പുറകിൽ നിന്നവർ ആരോ നടന്നു വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഈ അപ്പച്ചൻ എഴുന്നേറ്റ് നടന്നു വരുന്നു. സിസ്റ്റർ അരികിലൂടെ നടക്കുന്നു. തൊട്ടിട്ടില്ല, അപ്പച്ചനെ പിടിച്ചിട്ടില്ല. ദൈവമക്കളെ, എല്ലാം മറന്നാളുകൾ സ്തുതിക്കാൻ തുടങ്ങി. ആരാധനയെല്ലാം കഴിഞ്ഞു. അപ്പച്ചൻ പുറകിലിരിക്കുകയാണ്. അപ്പച്ചന്റെ സാക്ഷ്യം പറയാനായിട്ട് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ശരീരത്തിന് സൗഖ്യം കിട്ടിയതിലല്ല ഞാൻ സന്തോഷിക്കുന്നത്. എനിക്ക് 65 വയസ്സുണ്ട്. ഇന്ന് വരെ എന്റെ യേശു എന്റെ ദൈവമാണെന്ന്, എന്റെ രക്ഷകനാണെന്ന്, എനിക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ അവസാനത്തുള്ളി രക്തവും ഊറ്റി തന്നു എന്ന് എനിക്കിവിടെ വെച്ചാണ് മനസ്സിലായത്. എനിക്കിവിടെ വെച്ച് എന്റെ യേശുവിന്റെ സ്പർശനമുണ്ടായി. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ എന്റെ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ് ഈ അപ്പച്ചൻ പ്രതിജ്ഞ എടുത്തു. ദൈവമക്കളെ, ഈ അപ്പച്ചന്റെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവരുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, പിന്നെയോ ആ മരുമകളുടെ ചങ്കുകീറിയുള്ള പ്രാർത്ഥന, സിസ്റ്ററിന്റെ ഒരു പുണ്യം കൊണ്ടുമല്ല, പിന്നെയോ ആ മരുമകൾ ആ കുടുംബം തകർന്നു കിടക്കുന്നു കണ്ടിട്ട് അവൾ ചങ്കൂരുകി പ്രാർത്ഥിച്ചു. അവൾ വിശ്വസിച്ചു, യേശു തൊട്ടാൽ ഈ കുടുംബം ശരിയാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ പ്രാർത്ഥനയും അവളുടെ പ്രാർത്ഥനയും എല്ലാം ഒന്ന് ചേർന്നപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കഷ്ടം സഹിക്കണം. എന്തിനാണെന്നറിയാമോ? ആത്മാക്കളെ നേടാനാണ് കഷ്ടം സഹിക്കേണ്ടത്. പൗലോസ്ലീഹയുടെ സഹനങ്ങളെ കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 23 മുതൽ 28 വരെയുള്ള വേദഭാഗത്ത് ഒരു വലിയ സഹനങ്ങളുടെ ഘോഷയാത്ര തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ പ്രശംസിക്കുന്നത് കർത്താവിന്റെ ക്രൂസിലാണ്. 2 കൊരിന്ത്യർ ലേഖനം 12:5, ഞാൻ കർത്താവിന്റെ ക്രൂസിൽ പ്രശംസിക്കുന്നു. എനിക്ക് എന്നെ കുറിച്ച് പ്രശംസിക്കാനുള്ളത് എന്റെ ബലഹീനതയിൽ മാത്രമാണ് എനിക്ക് പ്രശംസിക്കാനുള്ളത് എന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ദൈവമക്കളെ, സഹനങ്ങൾക്ക് നമ്മൾ കഷ്ടതകൾ തമ്പുരാന്റെ കരകളിൽ നിന്ന് സ്വീകരിച്ച് സ്തോത്രം പാടി സ്വീകരിച്ച് അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മുഖാന്തരമായി തീരും. ഫിലിപ്പിയ ലേഖനം 1:12 പൗലോസ്ലീഹ പറയുകയാണ്,
ഞാൻ അനുഭവിച്ച കഷ്ടതകൾ മുഴുവനും അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കുരിശില്ലാതെ കിരീടമില്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ത്യാഗമില്ലാതെ ഒരു നന്മയുമില്ല. അപ്പോൾ ഒരു ജീവിതം മാത്രമല്ലേ ഉള്ളൂ. സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ ചിന്തിക്കുന്നത്. ദൈവമക്കളെ, പ്രഥമ സ്ഥാനം ദൈവത്തിന് നൽകിക്കൊണ്ട് ദൈവവേല ചെയ്യാനായി ഹല്ലേലൂയ ജീവിതത്തെ ക്രമീകരിക്കാമോ? അതിനുവേണ്ടി സഹനം ഏറ്റെടുക്കാൻ, ഹല്ലേലൂയ സഹനം ഏറ്റെടുക്കാൻ ജീവിതത്തെ സമർപ്പിക്കാമോ? മുന്നമേ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് ഹല്ലേലൂയ ഉപജീവന മാർഗത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കാൻ, സഹനം ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. ഒരാത്മാവിന്റെ വില വിശുദ്ധ മർക്കോസ് 8:36 ഈ ലോകം മുഴുവൻ നേടിയാൽ ലഭിക്കുന്നതിനേക്കാൾ വിലയുണ്ടല്ലോ ഒരാത്മാവിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, വൈതരണികൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്. തെസലോനിക്കയിൽ വെച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. പിന്നെയോ റോമിലെ കാരാഗൃഹത്തിൽ പല പ്രാവശ്യം അടയ്ക്കപ്പെട്ടു. മാത്രമല്ല നീറോ ചക്രവർത്തിയുടെ കരാള ഹസ്തങ്ങളാൽ വധിക്കപ്പെടാനിരുന്നതിന്റെ തലേ രാത്രിയിൽ റോമിലെ കാരാഗൃഹത്തിൽ ആ ഇടുങ്ങിയ മുറിയിൽ പൗലോസ്ലീഹ കിടക്കുമ്പോൾ പൗലോസ്ലീഹ കേൾക്കുകയാണ് പൗലോസ്ലീഹയുടെ കഴുത്തറുക്കാനുള്ള വാളിന്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം കേട്ടിട്ട് പൗലോസ്ലീഹ ആ കാരാഗൃഹത്തിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചു. എന്നിട്ട് തീമോഥെയോസിനെ എഴുതിയപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവമക്കളെ, കിരീടം ലഭിക്കണ്ടേ? ഓരോ സഹനവും കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് സ്തോത്രം പാടി സ്വീകരിക്കുമ്പോൾ അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് മുഖാന്തരമാകുമെന്ന് മാത്രമല്ല, ആ സഹനത്തിന്റെ ഒടുവിൽ നമ്മുടെ തലയിൽ ചൂടാനിരിക്കുന്ന കിരീടത്തിൽ ഒരു രത്നക്കല്ല് പതിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, സഹനം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കുരിശുകൾ നീങ്ങിപ്പോകാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ കൃപയില്ലാതെ ഇത് സാധ്യമല്ല. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കരഞ്ഞപേക്ഷിക്കണം. കൊളോസ്യ ലേഖനം 1:24 ആ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. കൊളോസ്യ ലേഖനം 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ദൈവമക്കളെ, സെന്റ് പോൾ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. നമുക്ക് ഉറപ്പായിട്ടറിയാം യേശുവിന്റെ ക്രൂശ് മരണത്തിൽ ഒരു കുറവുമില്ല. എന്നാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഇപ്പോഴും സഹനം ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, യേശുവിന്റെ ക്രൂശ് മരണത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്റെ ജഡത്തിൽ സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, സഹനം ഏറ്റെടുക്കാൻ നമ്മുടെ കഴിവ് കൊണ്ടാകില്ലല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. 3-ാമത്തെ പോയിന്റിലേക്ക് സിസ്റ്റർ പ്രവേശിക്കുകയാണ്. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. എന്താണ് സുവിശേഷകന്റെ പ്രവൃത്തി? 2 തിമോത്തിയോസ് 4:2 വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുന്നത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട്
ചങ്കുകേറിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും സിസ്റ്ററിനെ ഓർക്കുകയാണ്. ധ്യാനത്തിന്, താമസിച്ചുള്ള ധ്യാനത്തിന് ആളുകൾ വന്നിരിക്കുമ്പോൾ ചെറുപ്പക്കാരായ പിള്ളേര്, ശുശ്രൂഷകര് ഇവിടെ വന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും കറി കരിയുകയും ബാത്റൂം കഴുകുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സുവിശേഷ വേലയാണ്. വ്യക്തിപരമായ സുവിശേഷ വേലയുണ്ട്. സമൂഹത്തോട് വചനം പ്രസംഗിക്കുന്നത് അത് സുവിശേഷ വേലയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. റോമാലേഖനം 1:16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എവിടെ നിന്നൊക്കെയാണ് ഓടിച്ചത്? ഫിലിപ്പിയിൽ നിന്ന് ഓടിച്ച് ജയിലിൽ അടച്ചു, തെസലോനിക്കയിൽ നിന്ന് ആട്ടി ഓടിച്ച് ജയിലിലടച്ചു, ബെരോവയിൽ നിന്ന് ഒളിച്ച് നാടുകടത്തി. യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വവുമായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം. എന്നാൽ ഇതിലൊന്നും ലജ്ജിക്കാതെ ഒന്നുകുറയെ 40 അടി 5 പ്രാവശ്യം ഏറ്റു. എന്നിട്ടൊന്നും സുവിശേഷം പറയാതെ ഒരു ദിവസം പോലും പൗലോസിലേക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. പൗലോസ്ലീഹ നിരന്തരം സുവിശേഷം പറഞ്ഞ് അനേകം ആത്മാക്കളെ സ്വർഗത്തിലെത്തിച്ചു. ദ സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന പേരിന് അർഹനായി തീർന്നു. ഈ ലോക സുഖമോഹങ്ങളെല്ലാം ചപ്പും ചവറുമായി എണ്ണിക്കൊണ്ട് കൊലപാതകനായിരുന്ന ശൗല് പൗലോസായി മാറിയപ്പോൾ ജീവിതത്തിൽ വന്ന മാറ്റം പകലും രാത്രിയും പോലെയുള്ള മാറ്റമാണ്. ദൈവമക്കളെ, എല്ലാം ചപ്പും ചവറുമായി എണ്ണിക്കൊണ്ട് സ്വർഗീയ സ്നേഹത്തിൽ കത്തിജ്വലിച്ച് സ്വർഗത്തിലേക്ക് അനേകം ആത്മാക്കളെ എത്തിക്കാൻ സഹനങ്ങൾ ഏറ്റെടുത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച പൗലോസ്ലീഹയ്ക്ക് കഴിഞ്ഞു. ഇന്ന് പരിശുദ്ധാത്മാവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. വചനം കേൾക്കുന്ന മക്കളെ, ദൈവമക്കളെ, ഇന്ന് 750 കോടി ജനം ഭൂമിയിലുണ്ട്. അതിൽ 250 കോടിയും ക്രിസ്ത്യാനികളാണ്. സിസ്റ്റർ ഇങ്ങനെ ചിന്തിക്കുക, ഏറ്റവും വലിയ വേദന പാപത്തിന്റെ വേദനയാണെന്ന് പറഞ്ഞല്ലോ. ഈ വേദന അനുഭവിക്കുന്ന മക്കളാണ് ഭൂമിയിലുള്ള അധികം പേരും. അവർക്ക് ദൈവത്തെ കൊടുക്കണ്ടേ? 250 കോടി ജനങ്ങൾ ക്രിസ്ത്യാനികൾ. അവർ യഥാർത്ഥ വിശുദ്ധരായ മക്കൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കുകയാണെങ്കിൽ വാർദ്ധക്യം ബാധിച്ചവർ കുറെ പേരുണ്ടാകും, കൊച്ചു കുഞ്ഞുങ്ങൾ കുറെ പേര്. അങ്ങനെ ഒരു 50 കോടി മക്കളെ മാറ്റിവെച്ച് 200 കോടി മക്കളെ മാത്രം എടുത്താൽ ഒരു 3 പേരോട് സുവിശേഷം പറഞ്ഞാൽ, ഈ 200 കോടി മക്കളിൽ ഓരോരുത്തരും ഒരു 3 പേരോട് സുവിശേഷം പറഞ്ഞാൽ ഈ ലോകം മുഴുവനും സുവിശേഷത്തിന്റെ അഗ്നി കത്തിപ്പടരുകയില്ലേ? എന്താണ് സുവിശേഷം? എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത്? പൗലോസ്ലീഹ പറയുന്നു, 2 തിമോത്തിയോസിന്റെ ലേഖനം 2:8, ദാവീദിന്റെ സന്തതിയായി ജനിച്ച മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക. ഓർത്താൽ മാത്രം പോരാ, വചനം പ്രസംഗിക്കണമെന്ന് 4:2 പറയുന്നു. വചനം പ്രസംഗിക്കുക. ദൈവമക്കളെ, വലിയ സമൂഹത്തോട് പ്രസംഗിക്കാൻ സാധിച്ചില്ലെങ്കിലും വ്യക്തിപരമായിട്ട് ഒരു 3 പേരോട് പറയാൻ കഴിഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനി 3 പേരോട് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരും യേശുവിനെ അറിയും. എന്താണ് പറയേണ്ടത്? മനുഷ്യര് മുഴുവൻ പാപികളാണ്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യരുമില്ല. നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഈ പാപത്തിൽ നിന്ന് നമുക്ക് മോചനമില്ലാത്തത് കൊണ്ട് സാക്ഷാൽ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. ആ ദൈവമാണ് യേശുക്രിസ്തു. ഇത് നമ്മൾ പറയണം. ആ വചനമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു പാപമില്ലാത്തവനാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചതാണ്. ഈ യേശുക്രിസ്തു എന്ത് ചെയ്തു എന്നറിയാമോ? പാപം ചെയ്ത് ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട നമുക്ക് ആത്മീയ ജീവൻ തിരിച്ചു തരാൻ വേണ്ടി കാൽവറി ക്രൂസിൽ രക്തം ചിന്തി. പ്രൈസ് ദി ലോർഡ്. ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. രക്തം മുഴുവൻ വാർന്നുപോയാൽ മനുഷ്യൻ മരിക്കും. പാപം ചെയ്യുമ്പോൾ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യകുലത്തിന് ആത്മീയ ജീവൻ ലഭിക്കാൻ കാൽവറിയിലെ ആത്മീയ രക്തം നമ്മിലേക്ക് ഒഴുകുമ്പോൾ, ഹല്ലേലൂയ, ആത്മീയ ജീവൻ നമുക്ക് ലഭിക്കും. അങ്ങനെ മനുഷ്യനെ രക്ഷിക്കാൻ പാപിയെ തേടി വന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. പാപത്തെ വെറുക്കുകയും
പാപിയെ സ്നേഹിക്കുകയും ചെയ്ത ഒരേ ഒരു ദൈവം അത് യേശുക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളി ചെയ്ത യേശുവിന് മാത്രമേ ഈ ഭൂമിയിലുള്ള മനുഷ്യകുലത്തിന് പാപത്തിൽ നിന്ന് രക്ഷിക്കാനാകൂ. യേശു അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു പറയുക മാത്രമല്ല ചെയ്തത്, അവസാനത്തുള്ളി രക്തവും ഊറ്റി തന്നു. ദൈവമക്കളെ, ഇത് പറയണം. ഇത് കേൾക്കുന്ന മക്കൾ, ഈ വചനം ശ്രവിക്കുന്ന മക്കൾ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം തമ്പുരാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാ. 3 പേരോടെങ്കിലും പറയാമോ? 3 പേരോടെങ്കിലും നിങ്ങൾക്ക് പറയാമോ? പറയാൻ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൊതി, ഒരു ആർത്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4:19 ഇങ്ങനെ പറയുന്നു, മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നു. സിസ്റ്റർ പറഞ്ഞു, ഏറ്റവും വലിയ വേദന പാപത്തിന്റെ വേദനയാണെന്ന്. അതിന് തതുല്യമാണ് പ്രസവ വേദന. വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്ന്. അപ്പോൾ പൗലോസ് പറയുകയാ, ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രസവ വേദന അനുഭവിക്കുന്നു, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഹൃദയത്തിനുള്ളിൽ ഒരു പ്രസവ വേദന പോലെ ഒരു വേദന. മ്ലേച്ഛ ജീവിതത്തിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഒരു വേദന ഉള്ളിൽ ഉണ്ടാകാൻ, ഹല്ലേലൂയ, ഒരു എരിവുണ്ടാകാൻ. നശിച്ചു പോകുന്ന ആത്മാക്കൾ തകർന്നു പോകല്ലേ അപ്പാ, അവരെ സ്വർഗത്തിൽ എത്തിക്കാൻ എന്നെയും കരങ്ങളിൽ എടുക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ദൈവം കരങ്ങളിൽ എടുക്കും. ഉറപ്പായും ദൈവം കരങ്ങളിൽ എടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സിസ്റ്റർ, ഒരു സംഭവം കൂടെ കൂട്ടിച്ചേർത്ത് പറയട്ടെ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന നാളുകളിൽ തന്നെ വചനം പറയാനുള്ള ഒരു കൃപ ദൈവം തന്നു. ദൈവത്തിന്റെ കൃപയാണ് കൃപ. അവിടെ നിന്ന് കോൺവെന്റിൽ എത്തിച്ചേർന്നപ്പോൾ വചനം പറയാൻ ഒരു സാഹചര്യവും കിട്ടുന്നില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വേദന. സിസ്റ്റർ എന്ത് ചെയ്തു എന്നറിയാമോ? പുത്തൻകുരിശ് കോൺവെന്റിലായിരുന്നു. ഞങ്ങളുടെ ആ സ്റ്റേജിൽ കോൺവെന്റിൽ ചേർന്നിട്ടേ ഉള്ളൂ, ആരും വചനം പറയാൻ പോകാറില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു കത്തൽ, വലിയൊരു തേങ്ങൽ. ദൈവമേ, വചനം പറയുന്നില്ലല്ലോ. അവിടെ മറിയേലിയാസ് ചാപ്പലിൽ 3 ദിവസം ആ ചാപ്പലിൽ പോയി കിടന്ന് നിലവിളിച്ചു. പകല് മുഴുവനും ദൈവമേ കരുണ തോന്നണമേ, അവിടുന്ന് വഴിയൊരുക്കി തരണമേ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ 3 ദിവസം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കോൺവെന്റിന്റെ മുൻവശത്തൊരു ചെറിയ ഒരു വരാന്തയുണ്ട്. ഒരു ചെറിയ ഷെഡായിരുന്നു ഒന്ന് കോൺവെന്റ്. ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങൾക്ക് കേൾക്കണം, ഒരു പാട്ട കൊണ്ടുള്ള ഡോറാണ് അന്ന്. ഇന്നത്തെ പോലെയുള്ള സമൃദ്ധിയൊന്നുമില്ല. ആ ഡോറിൽ വന്ന് ആളുകൾ വരുമ്പോൾ മുട്ടും, ആ ഡോറ് തുറക്കും. അപ്പോൾ ഡോറ് മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ ചെന്ന് ഡോറ് തുറന്നു. അതിൽ തുറന്നപ്പോൾ കുന്നക്കാലിൽ നിന്നൊരു സ്ത്രീ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരന്വേഷിച്ച വ്യക്തി എന്നെയാണ് അവരന്വേഷിച്ചു വന്നത്, സിസ്റ്ററിനെയാണ് അന്വേഷിച്ചു വന്നത്. അന്ന് എൻ്റെ പേരൊന്നും മാറിയിട്ടില്ല, വീട്ടിൽ വിളിക്കുന്ന പേരിൽ ആണ് അറിയപ്പെട്ടിരുന്നത്. ദൈവമക്കളെ, ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, IB സിസ്റ്ററിനെ കാണാനാ വന്നത്. ഞാനാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായില്ല. സുപ്പീരിയർ വന്ന് അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ വനിതാ സമാജത്തിന് പ്രസംഗിക്കാൻ ഒരാളെ വിളിക്കണം. അതിനുവേണ്ടി അച്ഛനും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ പേരുകളൊന്നും അച്ഛന് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ സെക്രട്ടറിയാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛ, ഇന്ന് രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് കുറേ സമയം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയെ വിളിക്കാം. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാ, മേരിക്കുട്ടി. അവള് രാത്രി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ, ഈ IB സിസ്റ്ററിന്റെ രൂപം എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് ഞാൻ വിളിക്കാൻ വന്നതാ. സുപ്പീരിയർ എന്നെ വിളിച്ചു, പോകാമോ ഈ പള്ളിയിലേക്ക്? ഞാൻ പറഞ്ഞു, ഞാൻ പോകാം. ആ സഹോദരി അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടാണ് കോൺവെന്റിലെത്തിയത്. നിങ്ങൾക്ക് കേൾക്കണമോ,
എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയും സ്തുതിയും ദൈവസന്നിധിയിൽ ഉയർന്നു. ഞാൻ സാരിയും വെയിലുമാണ് ധരിച്ചിരിക്കുന്നത്, സഭാവസ്ത്രം സ്വീകരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 3 ദിവസം ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സുവിശേഷം പറയാൻ ആഗ്രഹിച്ച് കരഞ്ഞപ്പോൾ ദൈവമോട് വഴി ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 മാസം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, കോലഞ്ചേരിയിലെ ചാപ്പലിൽ വനിതാ സമാജത്തിന്റെ കണ്ടനാട് ഭദ്രാസനത്തിന്റെ മീറ്റിംഗ് നടന്നപ്പോൾ ഞാനൊരു പകരക്കാരിയായി അവിടെ നിന്ന് സംസാരിച്ചത് ഈ സഹോദരി കണ്ടതാണ്. അങ്ങനെയാണ് ഈ സഹോദരി എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഈ രൂപം മനസ്സിലായത്. ദൈവമക്കളെ, സിസ്റ്റർ എന്തിനത് പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വേല ചെയ്യാം. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ ഈ ഭൂമിയിൽ ഇല്ലെന്ന് മനസ്സിലാക്കുക. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ ഈ ഭൂമിയിലില്ല. ആത്മാക്കളെ കൊയ്തെടുക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ ജീവിതം സമർപ്പിച്ച് ഏറ്റവും കൂടുതൽ കഷ്ടത സ്വീകരിക്കേണ്ടത് ആത്മാക്കളെ കൊയ്തെടുക്കാനാ, സുവിശേഷ വേല ചെയ്യാനാ. ഇത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ചുള്ള കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ചുള്ള കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 2 തിമോത്തിയോസ് 1:12. പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. ആദ്യം ഒന്നാമത്തെ കാര്യം, നീ സകലത്തിലും നിർമ്മതനായിരിക്കണം. സകല പാപങ്ങളിൽ നിന്നും നീ വിട്ടോടണം. യെശയ്യാവ് 52:11. വിട്ടുപോരുവിൻ, അവിടെ നിന്നും വിട്ടുപുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. ക്രിസ്തു തലയും സഭ ശരീരവുമാണ്. എന്റെ ശരീരം യേശുവിന്റെ ശരീരമാണെന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ ഈ ശരീരം കൊണ്ട് പാപം ചെയ്യാൻ ആകില്ലല്ലോ. ക്രിസ്തു തലയും സഭ ശരീരവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, സകല കാര്യങ്ങളിലും ഉണർവുള്ളവരായിരുന്നവർ, മന്ദതയിൽ കഴിയുന്നവർ മന്ദതയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന്റെ വേല ചെയ്യാൻ ജീവിതങ്ങളെ സമർപ്പിക്കാം. കഷ്ടത ഏറ്റെടുക്കാൻ, ഹല്ലേലൂയ, സുവിശേഷത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് ജീവിതത്തെ സമർപ്പിക്കാം. 4-മത്തത്, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാൻ ഇങ്ങനെ പറയാൻ ആർക്കാ സാധിക്കുക? അങ്ങനെ നിവർത്തിച്ചവർക്ക് മാത്രമേ സാധിക്കൂ. യേശു തമ്പുരാൻ കാൽവറിയിൽ ഏറ്റവും അവസാനം ദൗത്യം പൂർത്തീകരിച്ചിട്ട് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതം, ഒരായുസ് മുഴുവനും യേശുവിന്റെ തെരഞ്ഞെടുപ്പും വിളിയും അതിലൂടെ ആ നിമിഷം മുതൽ ജീവിതം സമർപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടോ ശിരസ് കഴുത്തിൽ നിന്ന് ഛേദിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് പറന്നുപോയി ആത്മാവ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ എന്നെയും കരങ്ങളിൽ എടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും വെച്ചു കൊടുക്കാം. ഈ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. വചനം പറയാൻ മാത്രമല്ല, വചനം ഷെയർ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. ദൈവമക്കളെ, അനേകായിരങ്ങൾ കേൾക്കട്ടെ, ലോകം മുഴുവനുള്ള മക്കൾ കേൾക്കട്ടെ, അനേകർ സുവിശേഷകരായി തീരട്ടെ, അനേകർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, ഇപ്പോൾ സ്വർഗീയ ശക്തി നിങ്ങളിൽ നിറയാൻ പോകുന്ന നിമിഷങ്ങളാണ്. ദൈവശക്തി നിങ്ങളിൽ വന്ന് നിറഞ്ഞ് നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറുന്ന നിമിഷങ്ങളാണ്. ചെയ്തുപോയ പാപങ്ങളോർത്ത് ആഴമായിട്ടൊന്ന് അനുദപിച്ചേ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ യേശു നിങ്ങളെ കഴുകാൻ പോവുകയാണ്. ശിരസ്സുകൊണ്ട് ചെയ്ത പാപങ്ങൾ തമ്പുരാനോട് പറ.
നിന്റെ ശിരസിനെ കഴുകുക മാത്രമല്ല, ശിരസ് സംബന്ധമായ രോഗങ്ങളും യേശു സുഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ യേശുവിനോട് പറ. കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. കണ്ണുകൊണ്ട് പരസ്ത്രീയെ പരപുരുഷനെയൊക്കെ ആസക്തിയോടെ നോക്കിയിട്ടുണ്ടോ? കണ്ണുകൾ മലിനമാണോ? യേശുവിന്റെ കണ്ണുകളെ കഴുകാൻ പോകുക. യേശുവിന്റെ ശിരസിൽ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോൾ ഒഴുകിയിറങ്ങുന്ന രക്തത്താൽ ശിരസിനെ കഴുകി ആ മുള്ളുകൾ കണ്ണുകളെ കുത്തിത്തുളച്ച്, കൃഷ്ണമണികളെ കുത്തിത്തുളച്ച് ആ മുള്ളുകൾ പുറമെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആ മുള്ളുകളിലൂടെ ഒഴുകുന്ന രക്തത്താൽ നിന്റെ കണ്ണുകളെ കഴുകി നിന്റെ കണ്ണിന്റെ കാഴ്ചശക്തിയൊക്കെ തിരിച്ചു തന്ന യേശു നിന്നെ ഇപ്പോൾ ഹല്ലേലൂയ തൊടുന്ന നിമിഷങ്ങൾ. നിന്റെ ചെവി കൊണ്ട് ചെയ്ത പാപങ്ങൾ യേശുവോട് പറ. ചെവി സംബന്ധമായ രോഗങ്ങൾക്ക് യേശു സൗഖ്യം തരും. അതരം കൊണ്ട് ചെയ്ത പാപങ്ങൾ, നാവ് കൊണ്ട് പറഞ്ഞു കൂട്ടിയ പാപങ്ങൾ എല്ലാം ഒരു നിമിഷം ഉള്ളു തകർന്ന് ചങ്കുരുകി നിലവിളിച്ചുകൊണ്ട് അനുതാപത്തോടെ യേശുവിന്റെ അടുത്തണഞ്ഞ് യേശുവിനോട് പറ. ആ മുറിവുകൾ സജീവമാണ്. ആ മുറിവുകളിൽ നിന്ന് ചുടുചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ ചിന്തിച്ചു പോയ പാപങ്ങൾ യേശുവിന്റെ ചങ്കിൽ നീ ഹല്ലേലൂയ ഹല്ലേലൂയ നീ കുന്തം കൊണ്ട് കുത്തി ആ ഹൃദയത്തെ കുത്തി തുറന്നപ്പോൾ ആ ചങ്കിൽ നിന്ന് ഒഴുകുന്ന രക്തം കൊണ്ട് യേശു നിന്നെ കഴുകുകയാ. നിന്റെ ഹൃദയം മുഴുവനും പാപഭംഗിലമാണോ? പാപപുണ്യം നിറഞ്ഞിരിക്കുന്ന അനുഭവത്തിലാണോ? യേശുവിന്റെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന രക്തത്താൽ യേശുവിന്റെ ഹൃദയത്തെ കഴുകി നിന്റെ ഹൃദയത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനം നൽകാൻ, യേശുവിന്റെ ഹൃദയത്തിൽ വസിക്കത്തക്ക വിധത്തിൽ യേശു നിന്നെ കഴുകുകയാണ്. കരങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ കരിപ്പണി അടിച്ചിറക്കിയപ്പോൾ ഒഴുകിയിറങ്ങുന്ന രക്തത്താൽ യേശുവിന്റെ കൈകളെ കഴുകുകയാണ്. കൈകൾ രക്തക്കറ, പാപത്തിന്റെ കറ പുരണ്ടിരിക്കുന്ന അനുഭവത്തിലാണോ? നന്മ പ്രവർത്തിക്കായി യേശുവിന്റെ കൈകളെ, പുണ്യ പ്രവർത്തികൾക്കായി യേശുവിന്റെ കൈകളെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. ഹല്ലേലൂയ. തിരുവചനം ചുമന്നുകൊണ്ട് നടക്കാൻ നിന്റെ കരങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെയുള്ള ഓരോ അവയവങ്ങളും യേശു കഴുകട്ടെ. നിന്റെ നാവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിന്റെ നാവെടുത്ത് യേശുവിനെ സാക്ഷിക്കാൻ, ഈ നാവ് കൊണ്ട് ഇനി ആരുടെയും കുറ്റം പറയില്ലെന്ന് നീ പ്രതിജ്ഞയെടുത്ത് യേശുവിന്റെ ശരീരവും രക്തവും വെച്ച നാവിനെ യേശു കഴുകി ശുദ്ധീകരിക്കട്ടെ. തിരുവചനം പറയാൻ നിന്റെ നാവിനെ യേശു ശക്തീകരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കാലുകൊണ്ട് ഓടി നടന്ന് ചെയ്ത പാപങ്ങൾ, തിന്മകൾ യേശുവിനോട് പറ. യേശുവിന്റെ ഇരു കാലുകളും ചേർത്ത് വെച്ച് കരിമ്പാണി അടിച്ചിറക്കിയപ്പോൾ അത് നീ തന്നെയാണ് അടിച്ചിറക്കിയത്. ആ പാദങ്ങളിൽ നിന്ന് ഒഴുകുന്ന രക്തത്താൽ യേശു നിന്നെ കഴുകുകയാണ്. ഹല്ലേലൂയ. കഴുകൽ സ്വീകരിക്കാം. ചങ്കുരുകി നിലവിളിക്കട്ടെ. യേശുവേ 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 എന്നെ കഴുകണമേ എന്ന് നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഈരടികളോട് ചേർന്ന് പാടി ഇപ്പോൾ പാപത്തിൽ നിന്നുള്ള കഴുകലും തിരുരക്തത്താലുള്ള കഴുകലും യേശുവിന്റെ തിരുമുറിവിലെ സൗഖ്യം. യെശയ്യാ 53:5 എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകളിലെ സൗഖ്യം സ്വീകരിക്കാം. ഞാൻ സൗഖ്യമാക്കുന്ന കർത്താവാണ്. ഇപ്പോൾ ആത്മശരീര മനസ്സുകൾക്ക് സൗഖ്യം ലഭിക്കാൻ പോകുക. പാപബന്ധനങ്ങളിൽ നിനക്ക് വിടുതൽ തരാൻ പോകുക. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നിനക്ക് യേശു വിടുതൽ തരുന്ന നിമിഷമാണ്. ഇപ്പോൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തിരുമുറിവുകളിൽ നിന്നൊഴുകും ശുദ്ധരക്തത്താൽ എന്നെ കഴുകണമേ. തിരുമുറിവുകളിൽ നിന്നൊഴുകും ശുദ്ധരക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ.
തിരുരക്തത്താലുള്ള കഴുകൽ ഇപ്പോൾ നീ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. തകർന്ന കുടുംബ ജീവിതങ്ങളെ യേശു തൊടുകയാണ്. ഹല്ലേലൂയ. തകർന്ന ദാമ്പത്യ ജീവിതങ്ങളെ യേശു തൊടുകയാണ്. നീ വിശ്വസിക്ക്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തിരുവചനം വായിച്ച് വിശുദ്ധിയോടെ പഠിക്കാൻ യേശു തൊടുകയാണ്. നീ വിശ്വസിക്ക്. കടഭാരത്താൽ വലയുന്ന മക്കളെ യേശു തൊടുന്നു. ഹല്ലേലൂയ. വചനം വായിക്കാൻ, വചനത്തിൽ ജീവിക്കാൻ, കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് വിശുദ്ധിയുടെ നിറകുടങ്ങളായി വളരുവാൻ, വചനം പ്രസംഗിക്കാൻ ഹല്ലേലൂയ യേശു തൊടുകയാണ്. ഇത് വിശ്വസിക്ക്. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകട്ടെ. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചൊരു വേദന, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അതായി മാറട്ടെ. നശിച്ചു പോകുന്ന ആത്മാക്കൾ നരകത്തിന്റെ കവാടം തുറക്കപ്പെട്ട്, നരകത്തിന്റെ വായ് വിളർക്കപ്പെട്ട് നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് അനേകരെ കരയറ്റുവാൻ രാത്രിയുടെ യാമങ്ങളിൽ മുട്ടുമടക്കി മ്ലേച്ഛഭാവത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കഷ്ടം ത്യാഗമേറ്റെടുത്ത് സഹനമേറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, വചനം പഠിച്ച് വചനത്തിൽ ജീവിക്കാൻ, വചനം പ്രസംഗിക്കാൻ ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു മൂന്ന് പേരോടെങ്കിലും വചനം പറയുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ, വചനം ശക്തിയോടെ പറയുവാൻ, ഭയത്തോടെയല്ല വിരുദ്ധത്തോടെയല്ല ശക്തിയോടെ പറയുവാൻ അനേകർ ദൈവം തൊടുകയാണ്. ജീവിതം സമർപ്പിച്ചു കൊടുത്തേ, ജീവിതം സമർപ്പിച്ചു കൊടുത്തേ. ഈ വചനക്കേൾവിയിലൂടെ അനേക സുവിശേഷകർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി തരാൻ, പരിശുദ്ധാത്മാവ് ഒരു പെന്തക്കോസ്തയുടെ അനുഭവം തരാൻ ഹല്ലേലൂയ. പെന്തക്കോസ്തയിൽ അഗ്നിനാവുകൾ ഇറങ്ങി വന്നതുപോലെ സീനായി മാമലയിൽ ഇറങ്ങി വന്ന ആത്മാവ്, പെന്തക്കോസ്തയിൽ ഇറങ്ങി വന്ന ആത്മാവ്, യെഹെസ്കേൽ 37:1 അസ്ഥിയുടെ താഴ്വരയിൽ ഒഴുകിയിറങ്ങിയ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് നിങ്ങളിലേക്ക് ഈ നിമിഷം ഒഴുകിയിറങ്ങുകയാണ്. അത് അനുഭവിക്കാം. ജീവിതത്തെ നവീകരിച്ച് ദൈവവേല ചെയ്യാൻ ഇപ്പോൾ പുതുശക്തി തരികയാണ്. പെന്തക്കോസ്ത നാളിൽ നമുക്ക് ചേർന്ന് പാടി പുതുശക്തി സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ത പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്ന് വേലിരാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്ന് വേലിരാൻ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ത പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ത പരമപിതാവേ പിന്മഴ നൽകാം. മുട്ടോണമല്ലാരയോടം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ത പരമപിതാവേ പിന്മഴ നൽകാം.
കർത്താവേ, വചനം കേട്ട ഓരോ മക്കളിലും ബന്ധപ്പെടട്ടെ. ആദ്യം ദൈവത്തിന്റെ ആത്മാവിൽ വർദ്ധിച്ചതുപോലെ ഹല്ലേലൂയ, അഗ്നിനാളുകളായി ശിഷ്യന്മാരുടെ മേൽ ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പരിശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ധൈര്യത്താലെയല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ധൈര്യത്താലെയല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. പാടി തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പാടി തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ ഈ കോവിഡ് വ്യാപനത്തിന്റെ നാളുകളിൽ ഓൺലൈനിലൂടെ ശുശ്രൂഷ നിവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ ഈ വചനം അനേക മക്കളിൽ എത്തിക്കുക. വചനം പറയാൻ ജീവിതത്തെ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നുണ്ട്. ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധ ജീവിതം നയിച്ച് അനേകം ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കാൻ ദൈവം തമ്പുരാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ.